Before starting the video, plug in your headphones for best experience. സതീശ നീ ഇതെത്തി? ഞാൻ രാവിലത്തെ 7:30 എയറിന്റെ ഫ്ലൈറ്റ് തന്നെ എത്തിയട്ടോ. എന്നാ അടുത്ത വിമാനത്തിൽ തന്നെ തിരിച്ചു പോയിക്കൂടെ? വെറുതെ ഇവിടെ നിൽക്കണേ. അല്ല സതീശ, സോമമാമ നീ ഇതെപ്പോ എത്തി? ഞാൻ രാവിലത്തെ എയർ ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. ഇനി എപ്പോ തിരിച്ചു പോണ്? കാലുകുത്തിയില്ല, അതിനുമ്പ് തുടങ്ങി. എന്തായാലും മാമന്റെ 16 കഴിഞ്ഞിട്ടേ ഇവൻ പോവുള്ളൂ. ഞാനിപ്പോ വന്നേ ഉള്ളൂ. ലീവ് കിട്ടിയതാണ് നിന്റെ കുടുംബക്കാരെയും കൊണ്ട് ഷീക കയറ്റി വിട്ടതാ. പിന്നെ എന്റെ ഭർത്താവ് സദാശിവൻ ചേട്ടൻ നിന്റെ അടുത്തല്ലേ? പുള്ളി കാണാറൊക്കെ ഉണ്ടാ? സുഖം ഞങ്ങൾക്ക്. അത് പുള്ളിക്കാരി അവിടെ വേറെ പെണ്ണും കെട്ടി സുഖമായിട്ട് ജീവിക്കണം. അതുകൊണ്ടല്ലേ ലീവ് കിട്ടിയിട്ട് പോലും ഇങ്ങോട്ട് വരാത്തത്. ആർക്കെങ്കിലും തോൽവിക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമോ? ഓക്കെ, വേറെന്തെങ്കിലും? നാട് കാണാൻ വരുന്നവൻ നാടിനെ പറ്റി അറിയണം, നാട് ഭരിക്കാൻ വരുന്നവൻ അവൻ ആരാണെന്ന് അറിയിക്കണം. ഇത് ഞാൻ ഇവിടെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാ ഒരു കാരണവുമില്ല. ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ പറഞ്ഞു. അത് പോട്ടെ. മോന്റെ 16 വരുന്ന കല്യാണത്തിന്. ഓ സന്തോഷം. മലയാള സിനിമയില് ഇപ്പൊ എങ്ങനത്തെ സിനിമേന്റെ കുറവാ? എങ്ങനെ സിനിമയാ? അതെ, എങ്ങനത്തെ സിനിമയാണ് ഇപ്പൊ കുറവുള്ളത്? നമ്മുടെ ട്രാഫിക്കും. നമുക്ക് നിങ്ങളെ ആംഗിൾ തന്നെ വെക്കാം. ബ്രോ പിന്നെ പറഞ്ഞോ. അല്ല ബ്രോ, അത് ഞാൻ മറന്നുപോയി. വളരെ ഒരു വിഷമഘട്ടത്തിലൂടെയാണ് ഞാൻ കടന്നു പോകണം. ഈ സ്വഭാവമാണെങ്കിൽ നീ ഇനി ഒരുപാട് വിഷമിക്കും. മാമൻ അറിയാവോ, ജെട്ടി പോലും ഇടാൻ ഞാൻ ഇപ്പൊ മറന്നു പോവുകയാണ്. ഇവിടെ ഓർത്തിട്ട് ഞാൻ ഇടുന്നില്ല. ഹായ് സ്റ്റുഡൻസ്. അയ്യോ, ഞാൻ പഠിപ്പിക്കാൻ ടെക്സ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തിട്ട് തരാം. ഉച്ചക്ക് ചോറ് കൊണ്ടുവരാൻ പറഞ്ഞില്ലല്ലേ? ഒരു പാക്കറ്റ് ബ്രെഡ് 25. മോനേത് 24 ഉള്ളു. 1 രൂപ ഇങ്ങോട്ട് വരും. ബാക്കി 1 രൂപയ്ക്ക് ഒരു മുട്ടായി ഇറക്കും. എടുത്ത് എന്നാലും ഫുട്ബോൾ മേടിച്ചു തരട്ടെ? അല്ല, അകത്ത് ഫുട്ബോൾ കളിക്കാൻ സ്ഥലം ഉണ്ടല്ലോ, പോയി കളിക്ക്. അതെങ്ങനെ? ആദ്യം പോയി മുടി വെട്ടു, അപ്പൊ പനിയൊക്കെ മാറിക്കോളും. മോനെ, ഇതൊരു പൊക്കം കഴിച്ചു. ഇതുപോലത്തെ ഒരു നില ഇവിടെ മേളിൽ വരും. ഇവിടെ റൂഫ് ഗാർഡൻ വരും അല്ലേ? ഫോർമൽ ലിവിംഗ് സ്പേസിന്റെ മേളിൽ ഇവിടെ റൂഫ് ഗാർഡൻ വരും. അപ്പൊ നമുക്ക് മറ്റേ വൈകുന്നേരം ഒക്കെ ഒന്ന് ചില്ലടിക്കാൻ, ചായ കുടിക്കൊക്കെ ചെയ്യാം അല്ലേ? ചില്ലടിക്കാനായിട്ട്. എന്റെ പേര് സിറിൻ ജോർജ്. ഞാൻ തൊപ്പിയുടെ എല്ലാ വീഡിയോസും തുടക്കം കാണാറുണ്ട്. ഞാൻ കാനഡയിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ നാട്ടിൽ വരുമ്പോൾ തൊപ്പിക്ക് ഒരു ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. എന്റെ ആദ്യ സാലറി കിട്ടിയപ്പോൾ മുതൽ ഞാൻ തൊപ്പിക്ക് ഒരു ഗിഫ്റ്റ് തരണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. എന്റെ അധ്വാനത്തിന്റെ ഒരു ഭാഗം ഞാൻ ഈ ഗിഫ്റ്റിൽ സമർപ്പിക്കുന്നത്. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ബ്രോ. താങ്ക് യു ബ്രദർ. റൈവാൻ സാർ കൊഞ്ചം അങ്ങേ പാറ്. ആരത്? എന്താ അവന്മാര് കാണിക്കുന്നത്? അവനെന്താ പൈപ്പ് വലിക്കണോ? അവനെന്താ അന്ധനാണോ? സാർ ബ്രേക്ക് കിട്ടുമെന്ന് തോന്നില്ല സാർ. ആരാ അവിടെ ബ്രേക്ക് പിടിക്കുന്ന കാര്യം പറഞ്ഞ? get higher with my love, but there are no
ചില ആൾക്കാരുണ്ട് എത്ര അവോയ്ഡ് ചെയ്യപ്പെട്ടാലും പിന്നെയും അവരുടെ അടുത്തേക്ക് തന്നെ പോകും. അതേസമയം സെൽഫ് റെസ്പെക്റ്റിന് വാല്യൂ കൊടുക്കുന്നവരുണ്ട്. അത് അത്രയും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ബോൾഡ് ആവാൻ പറ്റാത്തവരുണ്ട്. വൺസ് യു ഫീൽ അവോയ്ഡഡ് ബൈ സംവൺ നെവർ ഡിസ്റ്റർബ് ദം അഗൈൻ എന്നാണ്.